വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ ഇനി സ്റ്റോൾ അപ്ഡേറ്റ് 3 പാർട്ട് 3 ആണിത്. നോട്ട് പാഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നോട്ട് പാഡ് പ്രൊഡക്ട്സ് സോർട്ട് ചെയ്തിട്ട് അത് ഏതൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് വെക്കണ്ടേ എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. സോ വെൽക്കം ഓൾ. ഇന്ന് ഞാൻ നോട്ട് പാഡ് ഏതൊക്കെയാണ് നോട്ട് പാഡുകൾ വെക്കുന്നത്, ഇനി എങ്ങനെയൊക്കെ കളക്ഷൻസ്, നോട്ട് പാഡിൻ്റെ കളക്ഷൻസ് ഇനിയിപ്പോൾ സ്റ്റോളിന് വെക്കാൻ പോണ ചില കാര്യങ്ങൾ, അപ്പോൾ കുറച്ച് നോട്ട് പാഡ്സ് ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പം കയ്യിലുള്ളത് ഇത്രയും ആണ്. ആൻഡ് വൺ ബൈ വൺ ഞാനത് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ക്യൂരിയസ് പ്രിൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോട്ട് പാഡാണ്. അപ്പോൾ ഇത് A6 സൈസാണ് ആൻഡ് ഇറ്റ് സ്പൈറൽ 100 പേജസ് ആണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സുന്ദരകാന്ഡത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോട്ട് പാഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മിഡ് നൈറ്റ് ഡ്രീംസ് മിഡ് നൈറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് പാഡ് ഉണ്ട്. അതൊരു എന്താ പറയുക, ഒരു 100 ഷീറ്റ്സ് ആണ് അത്. പിന്നെ വരുന്നത് സേമിയ പായസം, അതൊരു 50 ഷീറ്റ്സേ ഉള്ളൂ. പക്ഷേ സേമിയ പായസം തീമിലുള്ള ഒരു നോട്ട് പാഡാണ്. ദീസ് ഓൾ ആർ സ്പൈറൽ ആൻഡ് A6 ആണ്. പിന്നെ വന്നത് ഒരു ഡീപ്പ് തോട്ട്സ് നോട്ട് പാഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡീപ്പ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു തോട്ട് എഴുതാം. ആൻഡ് ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് എന്താ പറയുക, കുറച്ചും കൂടി ഡീപ്പായിട്ട് എഴുതണമെങ്കിൽ അതാണിത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ഡീപ്പ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോട്ട് പാഡാണ്. ദിസ് ഈസ് ലൈക്ക് മിൻറ്റി ലൈം, ഞാൻ പണ്ടും കാണിച്ചു തന്നായിരുന്നു. മിൻറ്റി ലൈമിൻ്റെ 50 ഷീറ്റ്സിൻ്റെ A6 സ്പൈറലാണ്. പിന്നെ കുമ്പി പെയർ നോട്ട് പാഡ്, അത് 100 ഷീറ്റ്സ് ആണ്. പിന്നെ മുരുകൻ്റെ ഒരു നോട്ട് പാഡ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ചോക്കോ ബീൻസ്, അത് ഞാൻ 50 ഷീറ്റ്സിൻ്റെയാണ്. ചോക്കോ ബീൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ആൻഡ് ഓഫ് കോഴ്സ് ചോക്ലേറ്റിൻ്റെ ബാർ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡും ഉണ്ട്. അത് എന്താണ് പറയുക, ഗ്ലൂഡാണ്. യു ക്യാൻ ടേർ ദാറ്റ് ഓഫ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ചെറി ബ്ലോസം. എഗെയിൻ ചെറി ബ്ലോസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ദിസ് ഈസ് 50 ഷീറ്റ്സ് ആണ്. നോട്ട് പാഡ് മറ്റേ ഓണത്തിൻ്റെ നോട്ട് പാഡാണ്. ഇതും 50 ഷീറ്റ്സ്. ഇതൊക്കെ ഇതാണ്, സ്പൈറലല്ല, യു ക്യാൻ ടേർ ഇറ്റ് ഓഫ്. സൂര്യയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. റെട്രോ നോട്ട് പാഡ്. ഓക്കെ, ബ്യൂട്ടിഫുൾ റെട്രോ നോട്ട് പാഡ്സ്. പിന്നെ കൃഷ്ണ ജയന്തി അല്ലേ വരുന്നത്, ശ്രീകൃഷ്ണ ജയന്തിയാണ് വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോട്ട് പാഡാണ്. ആൻഡ് ദിസ് ഇസ് ഡിഫറെൻറ്റ്. ഇപ്പം ഇതിൻ്റെ ഇങ്ങനെയാണെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ പോലെ കണ്ടു, ഇങ്ങനെ നമുക്ക് നോട്ട്സ് എഴുതാം. ആൻഡ് ഇത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോട്ട് പാഡാണ്. ദിസ് ഈസ് എഗെയിൻ, ഇപ്പോൾ നിങ്ങളൊക്കെ നാമം ജപിക്കണവരോ മന്ത്രം എഴുതണവരാണെങ്കിൽ ദിസ് ഇസ് ലൈക്ക് ഓം. ഇതാണ് ഏറ്റവും വലിയ A5 നോട്ട് പാഡാണ്. A5ൻ്റെ നോട്ട് പാഡ്സ് ആണ്. ദിസ് ഈസ് ലൈക്ക് ലവ് ബേസ്ഡ് ആണ്. ഇപ്പം ഞാനത് മുഴുവൻ ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ഇത് ഇങ്ങനെ ഇതാക്കി വെച്ച കാരണം 50 ഷീറ്റ്സ് ആണ് ഇത്. യു ക്യാൻ ടെയർ ഇറ്റ് ഓഫ്. ആൻഡ് ഇതാണ് അതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഇൻസൈഡ് ഫുള്ള്, ഇങ്ങനെ ഫുള്ള് ഇവിടെ ഫുള്ള് ഇതുപോലെ തന്നെ. ഇതിൻ്റെ തന്നെ ഓറഞ്ചും ഉണ്ട്, ഇത് റെഡാണ്, ഇപ്പോൾ സോറി ബ്ലൂ ആണിത്. അത് കഴിഞ്ഞ് പിന്നെ മിയാവ്, നമ്മുടെ പൂച്ചയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ആൻഡ് ദിസ് ഇസ് 100 ഷീറ്റ്സ്. ഓക്കെ, ദിസ് ഇസ് ലൈക്ക് പൂക്കളം. ഓണമൊക്കെ കഴിഞ്ഞല്ലോ, ഓണത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പൂക്കളാണ്. പിന്നെ ഓണത്തിൻ്റെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രിൻ്റ് ചെയ്തതാണ് ഓണസദ്യ, നമ്മുടെ ഓണസദ്യനെ ബേസ് ചെയ്തിട്ടുള്ള. ഇത് DL സൈസാണ്. ഇനി കാണിക്കുന്നതൊക്കെ DL സൈസും ഉണ്ട്, A6ഉം ഉണ്ട്. പക്ഷെ ഇത് 50 ഷീറ്റ്സ് ആണ്. ഓക്കെ, ദെൻ കംസ് പൈനാപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ദാറ്റ് ഈസ് DL സൈസ്. ഇത് 100 ഷീറ്റിൻ്റെ തന്നെ എക്സ്പ്ലോർ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു. ഇതിൻ്റെ ബുക്കും ഉണ്ട്, നോട്ട് ബുക്കും ഉണ്ട്, നോട്ട് പാഡും ഉണ്ട്. ഓക്കെ,
പെർഫെക്റ്റ് ഫിറ്റിൻ്റെ തന്നെ നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട് പാഡാണ്. ഓക്കെ, ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ബേസ്ഡ് ക്യാരക്ടർ. ഇതൊക്കെ ടിയറയാണ്, ഇതൊക്കെ സ്പൈറലാണ്. ഈ കാണിക്കുന്നതൊക്കെ സ്പൈറലാണ്, പക്ഷെ ഇതൊക്കെ ടയർ ചെയ്യാം നിങ്ങൾക്ക്. ഇത് ചെറി ബ്ലോസത്തിൻ്റെ നമ്മൾ ഒരെണ്ണം കണ്ടുല്ലോ, ഇപ്പോൾ A6 കണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു വേർഷനാണ്, DL സൈസാണ്. ഇത് 50 ഷീറ്റ്സ് തന്നെ. ഇത് പിന്നെ വാട്ട്സ് ദ പ്ലാൻ. ഇപ്പോൾ നമുക്ക് ഗോളൊക്കെ എഴുതണമെങ്കിൽ ആ ഗോൾ എഴുതാം, ആൻഡ് ആ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് അതിനെ പ്ലാൻ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇഫ് യു ആർ എൻ ഓർഗനൈസ്ഡ് ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ, ദെൻ ദിസ് ഈസ് ഓൾസോ ഇസ് ഗുഡ് ഫോർ യു. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗോള് വരികയാണ്, അത് നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ. സോ ദിസ് ഈസ് ലൈക്ക് ഓൺലി 50 ഷീറ്റ്സ്. അപ്പോൾ മേ ബി ഒരു മാസം നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓരോ ദിവസവും ഓരോ ഡേ ബൈ ഡേ യു ക്യാൻ റൈറ്റ് ദ ഡേറ്റ് ആൻഡ് ഡു ഇറ്റ്. ടു ഡു ലിസ്റ്റ് തന്നെ അതുപോലെ തന്നെ എക്സാക്ട്ലി സിമിലർ ആണ്, പക്ഷേ ആക്ടിവിറ്റി ഉണ്ട്. ആൻഡ് വാട്ട് ലിസ്റ്റ് ഔട്ട് ദ തിങ്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു. ഓക്കെ, ഇതെങ്ങനെയാണ് ഇനിയിപ്പോൾ കാണിക്കുന്നത്? മൊത്തം ഒരു സെറ്റ് ഓഫ് സീരീസ് ആണത്. പാണ്ഡുപുത്ര നോട്ട് പാഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ യുധിഷ്ഠിരനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോട്ട് പാഡാണ്. ദിസ് ഇസ് A6 സൈസ് ആൻഡ് 50 ഷീറ്റ്സ്. ഇത് ഭീമൻ്റെ ഒരു നോട്ട് പാഡാണ്. പിന്നെ നമ്മുടെ അർജുനൻ്റെ നോട്ട് പാഡ്സ് ആണ്. ഇത് നകുലൻ, സെയിം തിങ് തന്നെയാണ്, പക്ഷേ the thing is changing according to the person and the things that they use. അതനുസരിച്ചാണത്. ആ ഒരു 5 പാണ്ഡവന്മാരുടെ ഒരു സെറ്റ് ഓഫ് തിങ്സ് ആണ്. യു ക്യാൻ ബൈ ദിസ് ടുഗെദർ ഓർ സെപ്പറേറ്റ്ലി അക്കോർഡിംഗ് ടു യുവർ ഇൻട്രസ്റ്റ്. ദിസ് കോസ്റ്റ് യു ജസ്റ്റ് 225. ഇപ്പോൾ ഈ എന്താ പറയുക, കുംബി ബെയറിൻ്റെ, ഇപ്പോൾ ഈ കാണിച്ച കുംബി ബെയറിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ 100 ഷീറ്റ്സിനൊക്കെ 250 ആണ് വരുന്നത്. ഇത് 225 ആണ്. ഓക്കെ, പിന്നെ ഇത് എന്ന് പറയണത് നമ്മുടെ 2025 ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡാണ്. ആൻഡ് അതിലിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാസം ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഓൺലി 50 ഷീറ്റ്സ്. സോ യു ക്യാൻ ജസ്റ്റ് യു റൈറ്റ് ദാറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ ഇഡ്ഡലി തീമായിട്ടുള്ള, നമ്മൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇഡ്ഡലി തീമിൻ്റെ ഒരു നോട്ട് പാഡാണ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് 50 ഷീറ്റ്സ് ആണ്. ഈ 50 ഷീറ്റ്സിൻ്റെയൊക്കെ സ്പൈറലും ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ ടെയർ ഇറ്റ് ഓഫ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിന് വെക്കാം, എൻ്റെ കുറച്ചൊക്കെ വെക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളത്. സോ താങ്ക് യു ഫോർ ജോയിനിങ് മീ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ചെയ്യണേ, കുറേ എന്താ പറയുക ബോക്സസ് ഉണ്ട്. അപ്പോൾ ആ ബോക്സസിൽ വെക്കാം എന്ന് വിചാരിച്ചു. ഈ ബോക്സിൽ എങ്ങനെയാണ് ഇരിക്കുക, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ആൻഡ് ഒരു ഇതൊന്നും വരില്ല, ലൈക്ക് ഷെയ്ക്കിങ്ങോ ഒന്നും വരില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദി സ്റ്റോൾ പാർട്ട് 3 വീഡിയോ.